ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ടൈം ലൈനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. നമ്മൾ ടൈം ലൈൻ പാനൽ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അതിൽ നമ്മൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതൊക്കെ എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഇവിടെ ഈ ഒരു ടൈം നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഇപ്പോൾ 0 to 40 സെക്കൻഡ്സ് ആണെങ്കിൽ നമ്മൾ എത്രയാണോ നമ്മൾ ഡ്യൂറേഷൻ സെറ്റ് ചെയ്ത് വെച്ചത് അത്രയും സമയമായിരിക്കും നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ടാവുക. ഇപ്പോൾ ഇവിടെ 0 to 40 സെക്കൻഡ്സ് ആണ് കാണുന്നത്. ഇനി നമുക്കിത് കുറയ്ക്കണമെങ്കിലും കൂട്ടണമെങ്കിലും എന്താ ചെയ്യേണ്ടത്? വളരെ എളുപ്പമാണ്. നമ്മൾ ഈ ഒരു കോമ്പോസിഷനിൽ പോവുക, കോമ്പോസിഷൻ സെറ്റിങ്സിൽ പോവുക. കോമ്പോസിഷൻ സെറ്റിങ്സിൽ പോയാൽ ഇവിടെ 40 എന്ന് കാണാൻ പറ്റും. അത് എന്ത് ചെയ്യുക? കുറച്ചിട്ട് ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ നമുക്ക് ഇതിലിപ്പോൾ വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്കൊരു 30 മതി എന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് 30 കൊടുക്കുകയാണ്, ഓക്കെ കൊടുക്കുകയാണ്. അപ്പോൾ നമുക്കത് 30 സെക്കൻഡ്സ് ആയിട്ടുണ്ടാകും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമുക്ക് ആ ഒരു നമുക്ക് ടോട്ടൽ ചെയ്യാനുള്ള എഫക്റ്റിൻ്റെ ഡ്യൂറേഷൻ നമുക്ക് കുറയ്ക്കാനും കൂട്ടാനും പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ 30 സെക്കൻഡ്സ് ആണുള്ളത്. പിന്നെ അതുപോലെ നമുക്ക് ഈ ഒരു നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള സംഭവത്തിന് നമുക്ക് പ്ലേ ചെയ്യാനായിട്ട് നമ്മൾ ഈ സ്പേസ് ബാർ ക്ലിക്ക് ചെയ്താൽ മതി. സ്പേസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്ലേ ചെയ്യാനും പറ്റും. അതോടൊപ്പം നമ്മൾ വീണ്ടും സ്പേസ് ക്ലിക്ക് ചെയ്താൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാനും പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ അത് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ വർക്ക് നിങ്ങൾ ഏറ്റവും എളുപ്പമാക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഏറ്റവും മുകളിലായിട്ട് കൊടുത്തിരിക്കുന്നതാണ് ഏറ്റവും മുകളിലായിട്ട് നമ്മുടെ ഈ ഒരു ആനിമേഷനിൽ ഉണ്ടാവുക. ഇതിൽ ഏറ്റവും മുകളിലായിട്ട് കൊടുത്തിട്ടുള്ള ലെയറാണ് ഏറ്റവും മുകളിലായിട്ട് ആനിമേഷനിൽ ഉണ്ടാവുക. ആ ലെയർ എങ്ങനെയാണ് നമ്മൾ മാറ്റുന്നത്? ഇവിടെ പിടിച്ചിങ്ങനെ താഴേക്ക് ഇട്ടാലും മുകളിലേക്ക് ഇട്ടിട്ടും അങ്ങനെയൊക്കെ നമുക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഈ ലെയറിനെ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റുന്നതാണ്. പിന്നെ അതുപോലെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഈ ഒരു വീഡിയോ ഈ ഒരു ആനിമേഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ഈ ഒരു ഭാഗം കണ്ടോ നിങ്ങൾ, ഈ ഒരു 10 സെക്കൻഡ് മുതൽ 15 സെക്കൻഡ് വരെയുള്ള ഭാഗം മാത്രം നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിലായിട്ട് നമുക്ക് എഡിറ്റ് ചെയ്യണം എന്ന് വിചാരിക്കുക. അതായത് ഇവിടെ 10 സെക്കൻഡ് എന്ന് കണ്ടോ, 10 സെക്കൻഡ് മുതലുള്ള 15 സെക്കൻഡ് വരെയുള്ള ആ ഒരു ഭാഗം മാത്രം നമുക്ക് ഡീറ്റെയിലായിട്ട് കൂടുതൽ നമുക്ക് ക്രിയേറ്റ് ചെയ്ത് സെറ്റപ്പ് ആക്കി എഡിറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ ഭാഗം മാത്രം നമുക്ക് വീണ്ടും വീണ്ടും പ്ലേ ചെയ്ത് നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. അതിനുള്ളൊരു ഓപ്ഷനാണ് ഇനി കാണിക്കാൻ പോകുന്നത്. ഇവിടെയായിട്ട് നിങ്ങളൊരു ബ്ലൂ കളർ കണ്ടോ, ഇവിടെയായിട്ട് ഈ ഒരു ബാറിൽ നിങ്ങളൊരു ബ്ലൂ കളർ കണ്ടോ, അതിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഇത് 10 സെക്കൻഡിൽ കൊണ്ടുവച്ച് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു സൈഡിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിനെ നമുക്ക് 15 സെക്കൻഡിലേക്ക് കൊണ്ടുവരാൻ പറ്റും. നമുക്ക് ഒന്നുകൂടി ജസ്റ്റ് ഇവിടെ ഒന്നുകൂടി ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, ഇപ്പോൾ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? 10 to 15 സെക്കൻഡ് മാത്രം ഓണായി കിടക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ബാക്കിയുള്ള ഭാഗമൊന്നും ഓണല്ല. ഇനി നമ്മൾ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഏരിയ മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എഡിറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നതാണ്. ആ ഏരിയ കഴിഞ്ഞാൽ വീണ്ടും ഫസ്റ്റ് മുതൽ സ്റ്റാർട്ട് ചെയ്യും. കണ്ടോ, നിങ്ങൾക്ക് മനസ്സിലായല്ലോ? അപ്പോൾ ഈ ഒരു ഭാഗം മാത്രം നമുക്ക് കൂടുതലായിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക? പ്രധാനമായിട്ടും ടൈം ലൈനിൽ ശ്രദ്ധിക്കുക. പിന്നെ ഇവിടെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇവിടെ നമുക്ക് കാണാൻ പറ്റും നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള ഇമേജസ്, അതുപോലെ തന്നെ വീഡിയോസ് ആയിക്കോട്ടെ, ഓഡിയോ ആയിക്കോട്ടെ, അതൊക്കെ നമ്മൾ ഈ ഒരു ടൈം ലൈനിലേക്ക് കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇതിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഇവിടെ ഒരു ഐക്കൺ നിങ്ങൾ കണ്ടോ, അതായത് ഒരു കണ്ണിൻ്റെ ചിഹ്നം കണ്ടോ നിങ്ങൾ, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സംഭവം നമ്മളിപ്പോൾ ഈ ഒരു ഇമേജ് ആണെങ്കിൽ ഈ ഒരു ഇമേജിൻ്റെ കണ്ണിൻ്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ ആ ഒരു ഇമേജ് ഇവിടുന്ന് പോകുന്നതായിരിക്കും. അത് പോകുകയെന്ന് പറഞ്ഞാൽ അത് ഡിലീറ്റ് ആയി പോവല്ല, നമ്മൾ ജസ്റ്റ് ഒന്ന് ഹൈഡ് ചെയ്ത് വെക്കുകയാണ്. നമുക്ക് ബാക്കിയുള്ളത് എഡിറ്റ് ചെയ്തതിന് ശേഷം അവിടെ വീണ്ടും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് തിരിച്ചു വരുന്നതുമായിരിക്കും. ഓക്കെ, മറ്റുള്ള സാധനത്തിന് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സാധനത്തിന് നമുക്ക് ഹൈഡ് ചെയ്ത് വെക്കാൻ പറ്റും, അതിനെ തിരിച്ച് നമുക്ക് വീണ്ടും കൊണ്ടുവരാനും പറ്റും. അതിനായിട്ടാണ് ഈ ഒരു ടാബ്, അതായത് ഈ ഒരു ഐക്കൺ അവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് രണ്ടാമതായിട്ട് വരുന്നൊരു ഓപ്ഷനാണ് വോളിയം ബട്ടൺ എന്നുള്ളത്. ഇതെന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ വീഡിയോ അല്ലെങ്കിൽ ഓഡിയോ ഇതിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഓഡിയോ നമുക്ക് ഓഫ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ക്ലിക്ക് ചെയ്താൽ മതി. ഏതാണോ നമുക്ക് ഓഫ് ചെയ്യേണ്ടത് അതിന് താഴേക്കായിട്ട് വരുന്ന, ഈ വോളിയത്തിന് താഴെയായിട്ട് വരുന്ന അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിൻ്റെ ഓഡിയോ നമുക്ക് ക്ലോസ് ചെയ്യാൻ പറ്റും, അതായത് അതിൻ്റെ ഓഡിയോ നമുക്ക് മ്യൂട്ട് ആക്കാൻ പറ്റും. ഓക്കെ, പിന്നെ അടുത്തതായിട്ട് വരുന്നത് മൂന്നാമത്തെ ഓപ്ഷനാണ് സോളോ എന്ന് പറയും. എന്താണ് സോളോ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു ഇമേജ് മാത്രം, അതായത് ഈ ഒരു ആദ്യത്തെ ഇമേജ് മാത്രം എനിക്ക് എഡിറ്റ് ചെയ്യണമെന്ന് വിചാരിക്കാം. അപ്പോൾ അതിൻ്റെ ആ ഒരു സ്ക്വയറിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇത് മാത്രമേ എഡിറ്റ് ചെയ്യാൻ കഴിയുള്ളൂ, ബാക്കിയുള്ളതൊന്നും ചെയ്യാൻ കഴിയില്ല. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇത് ചൂസ് ചെയ്യുന്നത്. ഇനി ഇത് മതി എന്നുണ്ടെങ്കിലോ ഇത് വേണ്ട എന്നുണ്ടെങ്കിലോ ജസ്റ്റ് അതിൽ വീണ്ടും ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം, അപ്പോൾ അത് പോകുന്നതായിരിക്കും. ഓക്കെ, ഇനി നാലാമത്തെ ഓപ്ഷനാണ് ലോക്ക് എന്നുള്ളത്. ഈ ലോക്ക് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞുതരാം. നമ്മളിപ്പോൾ ഒരുപാട് ഇമേജസൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത്
കുറേ എണ്ണം നമ്മൾ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാകും. ഇനി ഒന്നോ രണ്ടോ എണ്ണേ നമുക്ക് എഡിറ്റ് ചെയ്യാനുണ്ടാവുള്ളൂ. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മളോട് മിസ്റ്റേക്കുകൾ പറ്റി പോകാതിരിക്കാൻ വേണ്ടിയിട്ട്, അതായത് നമ്മളിപ്പോൾ മറ്റേതും അറിയാതെ നമ്മൾ എന്തെങ്കിലും ചെയ്തു പോയാലോ എന്ന് പേടിയുണ്ടെങ്കിൽ ആ ഒരു ഇമേജിനെ നമുക്ക് ലോക്ക് ചെയ്ത് വെക്കാൻ പറ്റും, അല്ലെങ്കിൽ ആ ഒരു ഓഡിയോനെ നമുക്ക് ലോക്ക് ചെയ്ത് വെക്കാൻ പറ്റും. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഓഡിയോ നമ്മൾ എന്തൊക്കെ ക്ലിക്ക് ചെയ്താലും ഒന്നും സംഭവിക്കില്ല, അത് അതുപോലെ അവിടെ കിടക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ ഓൾറെഡി എഡിറ്റ് ചെയ്ത സാധനം പിന്നീട് നമുക്ക് മിസ്സായി പോവുകയോ അല്ലെങ്കിൽ അത് നഷ്ടപ്പെട്ടു പോവുകയോ അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള വേറെ ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നും അതിൽ വരുന്നുണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇത്രയും കാര്യങ്ങൾ ഇതിൽ പ്രധാനമായിട്ട് കാണിക്കാനുള്ളത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് കളർ സെറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് കണ്ടോ ലാവണ്ടർ കളർ കണ്ടോ? ഇതെന്തിനാന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ആവശ്യമുള്ള കളർ സെലക്ട് ചെയ്തുകൊണ്ട് ഓഡിയോക്ക് നമുക്ക് വേറെ കളർ കൊടുക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് ഇമേജസ് ഒരുപാട് ഓഡിയോ ഒക്കെ കൊണ്ടുവരുന്ന സമയത്ത് നമുക്ക് തന്നെ കൺഫ്യൂഷൻ ആയിപ്പോയി, ഇതിലേതാണ് ആദ്യത്തേത്, ഇതിലേതാണ് രണ്ടാമത്തേത്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് കളർ ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇപ്പോൾ ഇത് മൂന്നും ഈ ഒരു ലാവണ്ടർ കളറാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാവില്ല ഏതാണ് ഓഡിയോ, ഏതാണ് ഇമേജ്, അതുപോലെ ഏതാണ് വീഡിയോ എന്നുള്ളതൊന്നും മനസ്സിലാവില്ല. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ ഇമേജിന് മാത്രം നമുക്ക് റെഡ് കൊടുക്കാം. ഓക്കെ, അപ്പോൾ 2 ഇമേജ് ഉള്ളതുകൊണ്ട് 2 ഇമേജിന് ഞാൻ റെഡ് കൊടുത്തു. ഇനി ഓഡിയോക്ക് മാത്രം ഞാൻ എന്ത് ചെയ്യാണ്, ഓറഞ്ച് അല്ലെങ്കിൽ ഗ്രീൻ കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ആ ഒരു ഓഡിയോ മാത്രം നമുക്ക് ഗ്രീൻ കളറിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും അല്ലേ, മുകളിൽ 2 ഇമേജാണ്, താഴെ ഓഡിയോ ആണുള്ളത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് എഡിറ്റ് ചെയ്യാനൊക്കെ പറ്റും. അതിന് വേണ്ടിയിട്ട് ഈ കളർ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഈ ഫയലിൻ്റെ നെയിം നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് അതിൽ സെലക്ട് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴേക്ക് റീനെയിം എന്ന് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇഷ്ടമുള്ള നെയിമിലേക്ക് അതിനെ ചേഞ്ച് ചെയ്തിട്ട് എൻ്റർ കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ അതിൻ്റെ പേര് മാറിയിട്ടുണ്ടാകും. അങ്ങനെ നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനും നിങ്ങളുടെ വർക്ക് കൂടുതൽ എളുപ്പമാക്കാനും നിങ്ങൾക്ക് പറ്റുന്നതാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ടൈം ലൈനിൽ ബേസിക്കായിട്ട് പറയാനുള്ളത്. കൂടുതൽ കാര്യങ്ങൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.